ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. വർഷ ശ്രീകാന്തിനോട് ചൂടാകുകയാണ്. അതായത് പറഞ്ഞാൽ, നീ എന്തിനാണ് എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നേ? എന്താ നീ ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്തേ? ഞാൻ ആരുടെയും പിറകെ ഇങ്ങനെ നടന്നിട്ടില്ല, ഇങ്ങനെ നിന്നിട്ടുമില്ല. നിന്നോട് ഇഷ്ടം തോന്നി, അത് ഞാൻ നിന്നോട് തുറന്ന് പറയുകയും ചെയ്തു. അതിന് നീ വ്യക്തമായ മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഫോണ് പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. എന്താ നിൻ്റെ മനസ്സിൽ? അത് വേറെ വിഷയമോ? അപ്പോൾ വർഷ പറയാണ്, വേറെ ഒരു വിഷയവും ഇല്ല. അതും ഇതും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയാ കൊന്നു കളയും നിന്നെ ഞാൻ. ഞാൻ ആദ്യം അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത് കൊണ്ട് ഞാൻ ചീപ്പാണെന്ന് കരുതുന്നുണ്ടോ നീ? നീ എന്തൊക്കെയാ വർഷമായി പറയുന്നേ? എന്നെ ഇവിടെ വരുത്താൻ വേണ്ടിയല്ലേ നീ ഏട്ടത്തിയെ ഫോൺ ചെയ്ത് നമ്പർ ഇറക്കിയത്? പാവം, നീ പറയുന്നത് വിശ്വസിച്ച് നിനക്കുള്ള ഭക്ഷണം കൊടുത്ത് ഇങ്ങോട്ട് വന്നു. അതെ, നിന്നെ ഇവിടെ എത്തിക്കാൻ വേറെ വഴി കണ്ടില്ല. നീ എന്താ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്തേ? എന്താ നിൻ്റെ പ്രശ്നം? എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായ സ്വഭാവത്തിലാണ് നീ പെരുമാറുന്നത്. ചിലപ്പോൾ അടുപ്പത്തോടെ സംസാരിക്കും, മറ്റു ചിലപ്പോൾ അവോയ്ഡ് ചെയ്യും. നിൻ്റെ പ്രശ്നം എന്താ അത് പറ. ഇപ്പം നിനക്ക് എന്താ വേണ്ടത്? ഈ ഒളിച്ചു കളി എൻ്റെ അടുത്ത് വേണ്ട. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ അത് പറ. ഞാൻ നിന്നെ നിർബന്ധിക്കില്ല, പുറകെ വന്ന് ശല്യപ്പെടുത്തുകയില്ല. നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി നീ പറയണം. ഇഷ്ടമാണ്. അപ്പോഴേക്ക് അവൾക്ക് സന്തോഷമായി. നീ ആരാണെന്നറിയാതെയായിരുന്നു ഞാൻ നിന്നോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. നിൻ്റെ മുഖം കണ്ടിരുന്നില്ല, എന്നിട്ടും എനിക്ക് നിന്നോട് എന്തോ ഒരടുപ്പം തോന്നിയിരുന്നു. നമ്മൾ തമ്മിൽ കണ്ടതിന് ശേഷം പിന്നെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. ഞാൻ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ തമ്മിൽ പരസ്പരം സംസാരിക്കാതിരുന്ന സമയത്താണ്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടാവർഷേ. അവൾ പറയാണ്, ദൈവമേ നിനക്ക് നന്ദി. ഞാൻ കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കാറില്ല വർഷ, പക്ഷേ ഇപ്പം ആഗ്രഹിച്ചത് കിട്ടാതെ പോവോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. അതാ ഞാൻ അകന്ന് മാറി നിന്നെ. എന്തിനാ പേടിക്കുന്നേ? അറിയില്ല. നമ്മുടെ പേരൻസിന് ഇടയിലുള്ള പ്രോബ്ലമാണോ കാരണം? അതെ, തലമുറകളായി ശത്രുത പുലർത്തുന്ന കുടുംബങ്ങളൊന്നുമല്ല നമ്മൾ. അവർ രണ്ടുപേരും ചെറിയൊരു വിഷയത്തിൻ്റെ പുറത്ത് തെറ്റി. ആ പ്രശ്നം സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. രണ്ടു പേരുടെയും പിണക്കം മാറ്റാൻ കഴിയും. ഇനി അവരുടെ ശത്രുത മാറിയില്ലെങ്കിലും എനിക്കത് വിഷയമല്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണ്. അത്രയും മതി. വേറെ ഒന്നും ഒരു പ്രശ്നമല്ല എനിക്ക്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ പറ്റുമോ വർഷ? പറ്റും. സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുക ഞാൻ. ഇപ്പം മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് നീ എൻ്റെ സന്തോഷം കെടുത്തല്ലേ ശ്രീകാന്ത്? എന്നോടുള്ള ഇഷ്ടം ഇത്രയും നാൾ കൊണ്ടു നടന്നു അല്ലേ? കള്ളൻ. ആദ്യം ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും വാ തുറക്കില്ലായിരിക്കും അല്ലേ? നീ മനസ്സ് തുറന്ന് എന്നോട് ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞേ. പറഞ്ഞേ, ഉള്ളിന്ന് വരട്ടെ. ഐ ലവ് യു. യേ. അവൾ അപ്പം തന്നെ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. വിട് 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 ഏട്ടത്തി വിട്. ഏട്ടത്തി വരുന്നു വർഷേ, വിട്, ഏട്ടത്തി വരുന്നു. അവൾ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അത് കണ്ട് അവനും കെട്ടിപ്പിടിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ശ്രുതിയെയാണ്. ശ്രുതി കട്ടിലിൽ കിടന്നിട്ടാണുള്ളത്. അപ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ ശ്രുതി നേരത്തെ വന്നോ? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, ഇരിക്കേ. വന്നേ, ബാഗിങ് ഇതാ. മോളെ നീ എന്താ വല്ലാതിരിക്കുന്നേ? ഇന്ന് വർക്ക് കൂടുതലായിരുന്നു, ടയേർഡായിപ്പോയി. നല്ല തലവേദനയുണ്ട്. എന്നാലേ നല്ലൊരു ചായ കുടിച്ചാൽ ഈ തലവേദന അങ്ങ് മാറും. ഞാൻ പോയി നല്ല ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം. ശ്രുതി ചായ ഇടാൻ പോവാണോ? ഞാൻ അടുക്കളയിൽ കയറില്ല. സച്ചിയുടെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ, അവളോട് പറഞ്ഞാൽ അവൾ ചായ തരും. വേണ്ട ശ്രുതി, ഇത് സച്ചി അറിഞ്ഞാൽ അവൻ്റെ ഭാര്യയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ മെക്കിട്ട് കയറും. അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഓർക്കുകയാണ് സച്ചി കൈപിടിച്ച് ഓടിച്ചത്. എനിക്ക് ചായ ഒന്നും വേണ്ട, എന്നാലേ എങ്കിലേ ഞാനൊന്ന് മസാജ് ചെയ്ത് തരാം, തലവേദന മാറും. അപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ശ്രുതി. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ടിക്കറ്റിൻ്റെ കാര്യം എന്തായി ശ്രുതി? ഏത് ടിക്കറ്റ്? ആൻഡമാനിൽ പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? ഓ, ആ ടിക്കറ്റോ? ഞാൻ ആ കാര്യം മറന്നുപോയി ശ്രുതി. എന്താ ശ്രുതി, ഞാൻ മാമിനോട് സംസാരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചതല്ലേ. എന്നാൽ അടുത്ത ആഴ്ച നമ്മൾ ആൻഡമാനിലേക്ക് പോകും, അതുപോരെ? ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ എങ്ങനെ പോകും? എടോ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലോ. സത്യം? പിന്നല്ലാതെ. അടുത്ത ആഴ്ച നമ്മൾ ആൻഡമാനിലേക്ക് പറക്കും. താങ്ക്സ് ശ്രുതി. എന്നോട് എന്തിനാ താങ്ക്സ് പറയുന്നേ? ഒരു മിനിറ്റ്.
ദേ ടിക്കറ്റ് ബുക്ക് ചെയ്തതും കഴിച്ച് ബാക്കിയുള്ള ക്യാഷാ. ഇത് ശ്രുതി വെച്ചോ. ആ സന്തോഷമായി ശ്രുതി. ഞാൻ ജോലി ചെയ്ത് ഈ കൈ കൊണ്ട് കുറേ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും അതിനേക്കാളൊക്കെ വലുതാ എൻ്റെ കയ്യിൽ ശ്രുതി ഇപ്പം വെച്ച് തന്ന ഈ ക്യാഷ്. സന്തോഷമായി ശ്രുതി. അല്ല ഇതിലെന്താ ഇത്ര സന്തോഷിക്കാനുള്ളത്? ഞാൻ ചോദിക്കാതെ തന്നെ ആദ്യമായി കിട്ടിയ സാലറി ശ്രുതി എനിക്ക് കൊണ്ട് തന്നില്ലേ? ഇതിൽ പരം സന്തോഷം എന്തുണ്ട്? എൻ്റെ നിർബന്ധം കാരണമാണ് ശ്രുതി ജോലിക്ക് പോയത്. എനിക്ക് വേണ്ടി ജോലിക്ക് പോയതിന് ശേഷം ശ്രുതി എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ ജോലി ഉപേക്ഷിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ശ്രുതി അങ്ങനെ ചെയ്തില്ല. ഇപ്പം ഇതാ ആദ്യ മാസത്തെ ശമ്പളവും വാങ്ങിയിരിക്കുന്നു. അല്ല ഇതൊരു താൽക്കാലിക ജോലിയായിട്ടാണ് ഞാൻ കരുതുന്നത്. എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് ഞാൻ മാറും. ഇതിനേക്കാൾ വലിയ ജോലി വേറെ എവിടെയെങ്കിലും കിട്ടും. അതൊന്നും വേണ്ട ശ്രുതി. ഈ ജോലിയിൽ തന്നെ ശ്രുതിക്ക് നല്ല ഭാവിയുണ്ട്. കുറച്ച് വർഷം കഴിഞ്ഞാൽ ശ്രുതി സ്വന്തമായിട്ടൊരു കാർ ഷോറൂം തുടങ്ങും. ശ്രുതിക്ക് അത്രമാത്രം ടാലൻ്റ് ഉണ്ട്. അവൾ പൈസ കൊണ്ടുപോയി അളമാരിയിൽ വെച്ചു. അപ്പോൾ ശ്രുതി ചിന്തിക്കുകയാണ്, ടാലൻറ്റോ എനിക്കോ? വന്നപ്പോൾ ഞാൻ ആകെ അപ്സെറ്റായിരുന്നു. ശ്രുതി ആൻഡമാനിലേക്കുള്ള ടിക്കറ്റ് എടുത്തോ, സാലറി എനിക്ക് തന്നു. എൻ്റെ തലവേദനയൊക്കെ മാറി. ഞാനിപ്പോൾ ഫ്രീയാ. ഒന്ന് ഫ്രഷ് ആയതുപോലെ തോന്നുന്നു. സന്തോഷമായി എനിക്ക്. താങ്ക്സ് ശ്രുതി. ഞാൻ ശ്രുതിക്കൊരു ഗിഫ്റ്റ് തരട്ടെ? ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? ശ്രുതിക്ക് പിന്നെ അവൾ ഒരു ഉമ്മ കൊടുത്തു ഗിഫ്റ്റായിട്ട്. പിന്നെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയുടെ ഫോണിൽ കോൾ വരുന്നതാണ്. അപ്പോൾ ചന്ദ്ര ഫോൺ എടുത്തിട്ട്, ഹലോ, ആരാ വിളിക്കുന്നേ? ഫൈനാൻസ് കമ്പനിന്നോ? ഞാനങ്ങോട്ട് വരാനിരിക്കുക. ഇതുവരെയുള്ള മുഴുവൻ പൈസയും ഞാൻ ഇന്നടക്കും. അലാറം വെച്ചതുപോലെ കറക്റ്റ് ടൈമിന് എന്നെ വിളിച്ചല്ലോ. പെട്ടെന്ന് പോയി കാശ് അടിച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ ഫിനാൻസിയറുടെ ആളുകൾ ഇവിടെ എത്തും. അവർ പിന്നെ പോയി ചാവി എടുത്ത് അളമാര തുറക്കുക. ബാഗ് എടുത്തു ക്യാഷ് എടുക്കാൻ വേണ്ടി. ക്യാഷ് എവിടെ പോയി? അയ്യോ, ക്യാഷ് കാണുന്നില്ലല്ലോ. ഞാൻ ഇതിനകത്താണല്ലോ വെച്ചത്. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ബാഗ് മുഴുവൻ അവർ അന്വേഷിച്ചു. എല്ലായിടത്തും നോക്കി. അയ്യോ അയ്യോ ഞാൻ ഇവിടെയാണല്ലോ വെച്ചതെന്ന് പറഞ്ഞ്. അയ്യോ എൻ്റെ കാശ് എവിടെ പോയി? അപ്പോഴേക്കും അച്ഛൻ കയറി വന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി? ആവശ്യം വരുമ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാതെ മുഴുവൻ അങ്ങ് എടുത്തുകൊണ്ട് പോയി അല്ലേ? എന്തെടുത്തു എന്നാ നീ പറയുന്നേ? കാശ് 1,00,000 രൂപ നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നിരുന്നില്ലേ? അത് ഞാനതെടുത്തിട്ടൊന്നുമില്ല. എടുത്തില്ലേ? പിന്നെ ക്യാഷ് എവിടെ പോയി? ഷെൽഫിൽ കാണുന്നില്ല. ഷെടാ, നീ അതെവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ നോക്ക്. മാറ്റി വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ഷെൽഫ് തന്നെയാണ് വെച്ചത്. അതവിടെ കാണുന്നില്ല. ചന്ദ്ര പിന്നെ അയ്യോ എൻ്റെ കാശ്, അയ്യോ എൻ്റെ കാശ് എന്ന് പറഞ്ഞ് കരയാണ്. പിന്നെ മുകളിലേക്ക് നോക്കിയിട്ട് വിളിക്കുകയാണ് ശ്രുതിയെ. ശ്രുതി അമ്മേ, എന്താ അമ്മേ? ശ്രുതിയും താഴേക്ക് ഇറങ്ങി വന്നു. ഞാൻ ഷെൽഫിൽ വെച്ച 1,00,000 രൂപ അവിടെ കാണാനില്ല. അത് നീ എടുത്തായിരുന്നോ? കാണാനില്ലേ? ഞാനെടുക്കാനോ? ഞാനൊന്നും എടുത്തിട്ടില്ല. അമ്മ അത് എവിടെ വെച്ചതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോഴേക്കും അവിടെ ശ്രീകാന്ത് വന്നു. ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, ശ്രീകാന്തേ, നീ എൻ്റെ 1,00,000 രൂപ എടുത്തായിരുന്നോ എന്തെങ്കിലും ചിലവിനായിട്ട്? ഞാനെടുത്തിട്ടില്ല. എനിക്കെന്ത് ചിലവാ അമ്മയുള്ളത്? നീ എടുത്തിട്ടില്ല. അപ്പോൾ കാശ് എവിടെ പോയി? അപ്പോഴേക്കും നമ്മളെ സച്ചിയും രേവതിയും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. രേവതി പറയാണ്, നിക്ക്, കഴിച്ചിട്ട് പോയാൽ മതി. നീ ഇടങ്ങാറാക്കല്ല. നിക്ക്, കഴിച്ചിട്ട് പോയാൽ മതി. കഴിക്കാൻ നിന്നാൽ ലേറ്റാവും. ഞാൻ കഴിക്കുന്നില്ല. ശ്രീകാന്തേ, ഇവനോട് എടുത്തോന്ന് ചോദിക്ക്. എന്തെടുക്കാൻ? അമ്മയുടെ ക്യാഷ് കാണുന്നില്ല. ഈ വീട്ടിൽ കാശ് കാണാതെ പോയാൽ ഇവനോട് ചോദിച്ചാൽ മതി. ഇവനല്ലാതെ മറ്റാരും ഇതെടുക്കില്ല. ഞാനൊന്നും എടുത്തിട്ടില്ല. എത്ര ക്യാഷാണ് കാണാതായത്? എനിക്ക് മധുസൂദൻ തന്ന 1,00,000 ഉറുപ്പികയില്ലേ, അതാ കാണാതായത്. ക്യാഷ് ഇവരുടെ കയ്യിൽ കൊടുക്കരുത്, അച്ഛൻ തന്നെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? കേട്ടില്ലല്ലോ. ഇപ്പം എന്തായി? രേവതി, മുറി വൃത്തിയാക്കുമ്പോൾ നീ ആ ക്യാഷ് കണ്ടായിരുന്നോ? ഇനി ഞാൻ അമ്മയുടെ മുറിയിൽ കയറാറില്ലല്ലോ. എൻ്റെ മുറി ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. എൻ്റെ മുറിയിൽ നീ കയറരുത് എന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇതിനുശേഷം ഞാൻ ആ മുറിയിൽ കയറിയിട്ടില്ല. അയ്യോ, അപ്പോൾ ആ ക്യാഷ് എവിടെ പോയി? ആ ഷെൽഫിനകത്ത് തന്നെയാണ് വെച്ചത്. ആരാ അതെടുത്തത്? 1,000 2,000 അല്ല, 1,00,000 രൂപയാണ് കാണാതായത്. ചന്ദ്രയെ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ക്യാഷ് ഷെൽഫിൽ തന്നെയാണോ വെച്ചത്? മറ്റെവിടെയെങ്കിലും ആണോ? ക്യാഷ് ഞാൻ ഷെൽഫിൽ തന്നെയാണ് വെച്ചത്, ഉറപ്പാ. നിങ്ങൾ തന്ന കവറോടെ ഞാൻ അതിനകത്ത് വെച്ചു. ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് പോലുമില്ല. അതിൽ നിന്നൊരു 100 രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. അയ്യോ എൻ്റെ ക്യാഷ്. ഇവിടെയുള്ള ആരും എടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ കള്ളം കയറി ഇവിടെ? ശ്രുതി ചോദിക്കുക. അപ്പോൾ രേവതി പറയാണ്, ഇവിടെ ഏത് സമയത്തും ആൾക്കാരുണ്ടല്ലോ, പിന്നെ എങ്ങനെ കള്ളം കയറാനാ? സച്ചി ഒന്ന് കണ്ണ് പാളി നോക്കുന്നുണ്ട് ശ്രുതിയെ തന്നെ. ആരാണാവോ ക്യാഷ് എടുത്തത്? ആരെങ്കിലും വീട്ടിൽ വന്നു പോയിരുന്നോ?
അപ്പോഴാണ് ചന്ദ്രയ്ക്ക് ഓർമ്മ വന്നത് ശരത്ത് വന്ന കാര്യം. കണ്ടുപിടിച്ചു, ക്യാഷ് എവിടെ പോയെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അച്ഛൻ ചോദിക്കാണ് എവിടെ. അപ്പോൾ ചന്ദ്ര നേരെ നോക്കുന്നത് രേവതിയാണ്. ചന്ദ്ര രേവതിയെ നോക്കുന്നതായിട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. രേവതിയെ തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. അപ്പം തന്നെ രേവതിയോട് പറയാണ്, നിന്റെ അനിയനാ ക്യാഷ് മോഷ്ടിച്ചത്. അത് കേട്ട് ശ്രുതിക്കൊരാശ്വാസമായി. അപ്പം രേവതി പറയാണ്, അമ്മേ വായി തോന്നിയതൊന്നും വിളിച്ച് പറയല്ലേ. എൻ്റെ അനിയൻ നിങ്ങളുടെ കാശ് എടുത്തിട്ടൊന്നുമില്ല. അവനങ്ങനെ ചെയ്യുകയില്ല. കള്ളനാവൻ, കള്ളൻ. ഇവൻ്റെ ബൈക്ക് മോഷ്ടിച്ചത് അവനല്ലേ. എൻ്റെ ക്യാഷ് മോഷ്ടിച്ചതും അവൻ തന്നെ. ചന്ദ്രേ, അവൻ ക്യാഷ് എടുക്കുന്നത് നീ കണ്ടോ? ഇല്ലല്ലോ. ചുമ്മാ ഓരോന്നും വിളിച്ചു പറയല്ലേ. അപ്പോൾ ചന്ദ്ര അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, അവൻ തന്നെയാണ് എടുത്തത്. ആരുമില്ലാത്ത സമയം നോക്കിയേ വീടിനകത്ത് കയറിയവൻ. ഞാൻ വന്നപ്പോഴുള്ള അവൻ്റെ പരുങ്ങൽ കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അവൻ ഇവിടെ നിന്നും എന്തോ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ശ്രുതി പറയാണ്, അതെ അതെ അച്ഛ, അമ്മ പറഞ്ഞത് ശരിയാ, അവൻ തന്നെയാണ് കാശ് എടുത്തത്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഏട്ടൻ കണ്ടായിരുന്നോ അവൻ കാശ് എടുക്കുന്നത്? അത് ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാലോ. ശ്രീകാന്ത് പറയാണ്, വെറുതെ ഊഹിച്ച് പറയല്ലേ ഏട്ടാ. പിന്നെ ആ കേശ് എവിടെ പോയി? ആരും കാണാതെ ഈ വീട്ടിൽ നിന്ന് നടന്നു പോയോ? അപ്പോൾ സച്ചി പറയാണ്, അതിന് നടന്നു പോകാൻ വേണ്ടി വിടുക നീ? തിരിച്ച് പോക്കറ്റിലാക്കല്ലേ. ഉമ്മ മറ്റുള്ളവരുടെ തലയിലിടരുത്. കാശ് എടുത്തത് ഇവൻ തന്നെയാ. സച്ചി പറയാ, ഒരു സംശയം വേണ്ട. അച്ഛാ ഞാനൊന്നുമല്ല. സച്ചി വെറുതെ ഓരോന്ന് വിളിച്ചു പറയാ. അപ്പോൾ ശ്രുതി പറയാണ്, ഹലോ, കുറ്റം ശ്രുതിയുടെ തലയിലിടല്ലേ. ശ്രുതി ക്യാഷ് എടുത്തിട്ടൊന്നുമില്ല. ആൻറ്റി പറഞ്ഞല്ലോ രേവതിയുടെ അനിയനാണ് എടുത്തതെന്ന്. നിങ്ങൾ ആ വഴിക്ക് അന്വേഷിക്ക്. അപ്പോൾ രേവതി പറയാണ്, ശ്രുതി വേണ്ട, ആവശ്യമില്ലാത്തേ ഓരോന്ന് പറയരുത്. ചന്ദ്ര പറയാണ്, നിന്റെ അനിയൻ ഇവിടെ വന്നു പോയതിന് ശേഷം ആ കാശ് കാണാതെ. അപ്പം അവൻ തന്നെയല്ലേ എടുത്തത്? അവൻ എടുത്തിട്ടില്ല. അന്ന് അവൻ വന്നപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് അവനെ അപമാനിച്ചു. വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് നിങ്ങൾ അവൻ്റെ ബാഗും പോക്കറ്റും മൊത്തം പരിശോധിച്ചതാണല്ലോ. ഒന്നും കണ്ടെത്തിയില്ലല്ലോ നിങ്ങൾ. അവൻ കാശ് എടുത്തായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പം കാണുമായിരുന്നല്ലോ. അപ്പം കണ്ടില്ല. ശരി തന്നെ. അതിനുശേഷം നീ അവനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയിരുന്നല്ലോ. നീ അവൻ എപ്പോഴാ പോയത്? ഞങ്ങളാരും കണ്ടിട്ടില്ല. ആ സമയത്തിനകം അവൻ ക്യാഷ് എടുത്ത് കാണും. കാണാതൊന്നും പറയല്ലേ അമ്മേ. അവൻ ചായ കുടിച്ചിട്ട് പെട്ടെന്നങ്ങ് പോയി. മുമ്പ് അവനൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് കരുതി അവൻ എപ്പോഴും കളക്കുന്നവനല്ല. അവൻ പഠിക്കുന്ന കുട്ടിയാ അമ്മേ. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പഠിക്കുന്ന സമയത്തല്ലേ അവൻ ബൈക്ക് മോഷ്ടിച്ചത്. എനിക്ക് ഉറപ്പുണ്ട് അവൻ തന്നെ ഈ ക്യാഷ് മോഷ്ടിച്ചത്. അപ്പം അച്ഛൻ പറയാണ്, ചന്ദ്രേ, നേരിട്ട് കാണാതെ ഇങ്ങനെയൊന്നും പറയരുത്. ഒരിക്കൽ ഒരാളൊരു കുറ്റം ചെയ്തെന്ന് കരുതി എല്ലാ കുറ്റവും അവൻ്റെ തലയിൽ കെട്ടിവെക്കരുത്. എന്നോ ചെയ്തൊരു തെറ്റിൻ്റെ ക്ഷമ ചോദിക്കാൻ അവൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ മോഷ്ടിക്കാനല്ല. നിങ്ങളെ കേഷെടുത്തത് അവനല്ല, എനിക്കിവനെയാ സംശയം. വേണ്ട രീതിയിൽ ശ്രുതിയെ ചോദ്യം ചെയ്താൽ സത്യം മനസ്സിലാവും. അപ്പോൾ ശ്രുതി പറയാണ്, സച്ചി വേണ്ട. ശ്രുതിയെ തന്നെ നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് സച്ചിയുടെ അഭിപ്രായം. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. പുതിയ വിശേഷവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.